പേരെന്തായിരുന്നു? അഭിഷേക്. അഭിഷേക് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടതായി കണ്ടിരിക്കുകയാണ് ഗൈസ്. നമുക്ക് അഭിഷേകിലേക്ക് എത്താം. ചത്തുപോയ അഭിഷേകിനോട് നമുക്ക് സംസാരിക്കാം. അഭിഷേക്, എന്താണ് അവിടെ ഉണ്ടായത്? എങ്ങനെയാണ് താങ്കൾ മരണപ്പെട്ടത്? വളരെ ദുരൂഹ സാഹചര്യത്തിലാണ് മരണം ഉണ്ടായി. ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. ഒരു തീപ്പൊരിയിലാണ് എല്ലാം ഉണ്ടായത്. തലയിൽ കൂടി കുടുങ്ങിയ തീപ്പൊരി ഉണ്ടല്ലോ, കത്തി ആളിജ്വലിച്ച ആ തീപ്പൊരി, അതെങ്ങനെയാണ് അവിടെ എത്തിയത് അഭിഷേക്? തീ പിടിക്കണമെങ്കിൽ തലയിൽ കേറന്റെ അഭിഷേക്, തീ വരന്റെ അഭിഷേക്. കമാൺ അഭിഷേക്, പറയൂ. പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്, സമയമില്ല, നമുക്ക് 5 മിനിറ്റ് മാത്രം. അങ്ങനെയൊക്കെ ചോദിച്ചാൽ ചത്തുപോയില്ല, ഇനി വെറുതെ വിട്ടൂടെ? മരിച്ചാലും രക്ഷയില്ല അഭിഷേക്, ന്യൂസ് പോയേ പറ്റുള്ളൂ അഭിഷേക്. അഭിഷേക് എങ്ങനെയാണ് മരിച്ചത് അഭിഷേക്? ഞാനൊരു ബീഡി കത്തിച്ചതാ. അപ്പൊ മുടിയിലോട്ട് തീ വിട്ടു. ഒരു ബീഡിയിൽ നിന്നുമാണ് ഗൈസ് എല്ലാം തുടങ്ങിയത്. അഭിഷേകിന്റെ ആ നീണ്ട 21 വർഷത്തെ ജീവിതത്തിന്റെ അവസാനമായി കണ്ടത് ഒരു തീപ്പൊരി മാത്രമാണ് ഗൈസ്, തീപ്പൊരി മാത്രം. ദാരുണമായ മരണമായിരുന്നു ഗൈസ്. തീപ്പൊരിയിൽ നിന്ന് മുടിയിലേക്ക് കയറി പിടിച്ച്, പിന്നീട് ചുവന്ന കളറുള്ള ഡ്രസ്സും കത്തിപ്പിടിച്ച്, ബാക്കിൽ എടുക്കുന്ന കർട്ടനും കത്തിപ്പിടിച്ച്, വീട് മൊത്തം കത്തിപ്പിടിച്ച് അഭിഷേക് മാത്രമാണ് ഗൈസ് മരണമടഞ്ഞത്. ആരോ കൊന്നു ഗൈസ്. എനിക്കൊരു സംശയമുണ്ട്. ആരാണ് സംശയം അഭിഷേക്? പറയൂ. നീ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി കൊന്നില്ലടാ എന്നെ. പല ആരോപണങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് ഗൈസ്. ഇതൊന്നും സത്യമല്ല, ആരും വിശ്വസിക്കരുത്. അവൻ പണ്ടേ തീപ്പൊരി കൊണ്ട് നടക്കുന്നവനാ. അവന്റെ കയ്യിൽ എപ്പോഴും തീപ്പെട്ടിണ്ടാവും. അവൻ സ്വന്തമായിട്ട് നല്ലൊരു തീ പിടിച്ച് ചത്തുപോയതാ. അവൻ നോണ പറയുന്നതാ. എനിക്കൊരു ബന്ധമില്ല ഗൈസ്. എടുക്കാം നമുക്ക്. വേണ്ട ഗംഗ അല്ല. അഭിഷേക്, മണിക്കുട്ടി ഓടിത്തുടങ്ങി. പോട്ടെ അഭിഷേക്, കാണാം. ദേ പോയി, ദാ എങ്ങോട്ടോ പോയി. നീയാണ്. No, that is fake news. ന്യൂസിൽ കൂടെ നീയാണ് അല്ല.